കൊച്ചിയിലാണ്. ഫൈറ്റ് കൊച്ചി എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഫൈറ്റ് കൊച്ചി എന്നും പറയുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് അധികാരമായ സുന്ദരമായ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കുറിച്ച് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും കൂടെ കൂടി നിന്നുള്ള സവേരം പോലെയുള്ളൊരു സംഭവമാണ്. എന്നിട്ട് എല്ലാവരും ഐസ്ക്രീം വിൽക്കുന്നു, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നു, എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ കാറ്റൊക്കെ കൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പം നിങ്ങൾ ഇവിടേക്ക് ഒന്ന് വന്നേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാമോ? ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്ത വാസ്കോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ബിഗ് ബി, അതുപോലെ എസ്ര, ഭ്രമം, അതുപോലത്തെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ആ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ സ്ഥലം അറിയാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഫോർട്ടിൻ്റെ ഈ സ്ഥലത്ത് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ. അപ്പോൾ എൻ്റെ പുറകെ കാണുന്ന ഈ സ്റ്റെപ്പിലൂടെ മമ്മൂട്ടി ഇറങ്ങി വരുന്ന ഒരു അടിപൊളി സീനുണ്ട് ബിഗ് ബിയിലെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സീനുകൾ എടുത്ത ഒരു പടമാണിത്. ഇവിടെ ഈ വാസ്കോ ഹോം സ്റ്റേയിൽ ഹോം സ്റ്റേ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോം സ്റ്റേ ആയിട്ട് നമുക്കിവിടെ താമസിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട്ടിലാണ് വാസ്കോ ഡ ഗാമ ആദ്യകാലത്ത് താമസിച്ചിരുന്നത്. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കേൾക്കുന്നത്. മമ്മൂട്ടി നായകനെ അഭിനയിച്ച കളിക്കളം എന്ന് പറയുന്ന സിനിമയും അതുപോലെ ബിഗ് ബി, മോഹൻലാൽ നായകനായി അഭിനയിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന പടവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലാണ്. അതുമാത്രമല്ല, ഈ വീടിന് 500 വർഷം പഴക്കമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇത് സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. ഇപ്പോൾ സെന്റ് ഫ്രാൻസിസ് പള്ളി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല സ്റ്റാറൊക്കെ തൂക്കിയിട്ട് നമ്മളങ്ങ് കയറാൻ വയ്യാത്ത സമയം അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അടിയിലിരിക്കുന്നതിൻ്റെ ഇല്ലേ, അടിയിലിരിക്കുന്നതിൻ്റെ അതൊരെണ്ണം എടുത്തു. എന്നാ ഇതൊരെണ്ണം ഇതിൻ്റെ ഉണ്ടോ? അതൊരെണ്ണം മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നുള്ള നല്ല കടലയൊക്കെ മേടിച്ച് ഒരു തണലത്തിരുന്ന് കുറച്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കടല എല്ലാ സെറ്റപ്പുകളുള്ള പല കടലയും പരിപ്പും എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാം മേടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ചൊക്കെ മേടിച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 30 രൂപയ്ക്ക് ഒരു ഓടക്കുയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓടക്കുയിൽ. നമുക്കിങ്ങനെ ഇങ്ങനെ ഊരി എടുക്കാവുന്നതാണ്. അതുകൂടാതെ ഇവിടെ വേറെ കുറേ ഓടക്കുയിലുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയ ഓടക്കുയിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ചേട്ടൻ ഇതിൻ്റെ ബാക്കി പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ 30 രൂപ, നമ്മൾ 30 രൂപയ്ക്കാണ് ഓടക്കുയിൽ വാങ്ങിച്ചത്. 50 രൂപ കൊടുത്തു, ബാക്കി 20 രൂപ തന്നിട്ടുണ്ട് പുള്ളി. കൂട്ടുകാരെ, കാറ്റ് തിരമാല അടിച്ചു കയറുകയാണ്. കാറ്റിനിപ്പോൾ തിരമാല അടിച്ചു കയറിയപ്പോൾ ഞങ്ങളുടെ മേത്തേക്കൊക്കെ വിടും. അടിപൊളിയായിട്ട് നമ്മുടെ മേത്തേക്ക് വിടും. നല്ല രസമായിരുന്നു ഫ്രണ്ട്സ് കാണാൻ.
ഫോർട്ട് കൊച്ചിയിലെ മെയിൻ ഭാഗത്ത് പകുതി സ്ഥലത്ത് നമ്മളിപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ തൊപ്പി വിൽക്കുന്ന കടക്കാരനെ തൊപ്പികളാണ്. അപ്പോൾ തൊപ്പി വിൽക്കുന്ന കടക്കാരൻ പോയിക്കാണ്. ഞങ്ങൾ മമ്മിയും പപ്പയൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ വളരെ ഇഷ്ടമായ ചെണ്ട ചെറിയ ചെണ്ട വലിയ ചെണ്ട എല്ലാ ചെണ്ടയും ആ ചെണ്ട പോയി ഫ്രണ്ട്സ് ഇവിടെ അടിപൊളി ചെണ്ട നമുക്ക് തോന്നിയത് ഇതുപോലത്തെ ചെണ്ടകളൊക്കെ ഉണ്ട്. ചെറുത് വലുത് അതിനേക്കാൾ ചെറുത് അതിനുശേഷം വലുത് 10 വലുത് അതുപോലെയുള്ള പല ചെണ്ടകളുണ്ട് ഇവിടെ. കൂട്ടുകാരെ നിങ്ങൾ ചീനവയൽ വലയിൽ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്നാ അത് കണ്ടോ? എന്ത് രസമാണ് കണ്ടോ. അവർ വലയൊക്കെ ഇട്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും. ജീവനോടെ കിട്ടുന്ന മീനെയൊക്കെ നമ്മൾ വെട്ടി നുറുക്കി കഴിക്കുന്ന എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും കൊതിയാവുന്നില്ലേ കഴിക്കാൻ? നല്ലതാണ് ഫ്രണ്ട്സ്. നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ സ്ഥലത്ത് നമുക്ക് ഇവിടെയൊക്കെ ടൈൽ പോലെ പണിത് നമുക്ക് മുകളിലൊരു മേൽക്കൂര പോലെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു വീടായി. നമുക്ക് കിടക്കാനും ഇരിക്കാനും ആശുപത്രിയൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീടായി. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയും കുറേ കാഴ്ചകളുണ്ട്. അതൊക്കെ നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കേ.